വേദപ്രയാഗ് മീഡിയയിലേക്ക് സുസ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് വളരെ ചെറിയൊരു ക്ഷേത്രത്തിലാണ്. ഈ ക്ഷേത്രത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നടപ്പ് വഴികളിലെല്ലാം പുറത്തെ നടവഴി, അതേപോലെ തന്നെ ക്ഷേത്രത്തിൻ്റെ പുറത്തെ മതിൽ, ഇതിൻ്റെ ഇടഭാഗം മുഴുവൻ അവർ നല്ല അടിപൊളിയായിട്ട് നല്ല ചെത്തിയും ചെത്തിയും അങ്ങനെയുള്ള പൂക്കളെല്ലാം വെച്ച് ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള പൂജകൾക്ക് ആവശ്യമായിട്ടുള്ള പുഷ്പങ്ങളെല്ലാം ഇവിടെ തന്നെ റെഡിയാക്കുകയാണ്. കണ്ടില്ലേ? ഒന്നോ രണ്ടോ ഒന്നുമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റും ഈ ക്ഷേത്രത്തിൻ്റെ തൊട്ട് പുറകെ നമ്മുടെ നടവഴിയെല്ലാം ടൈലൊക്കെ ഇട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇപ്പുറത്താണ് ആ ചെറിയൊരു ഗ്യാപ്പ്. ഒരു ഇത്രയും ഗ്യാപ്പ് മതി. ഇതെല്ലാ ക്ഷേത്രങ്ങളിലും ഇങ്ങനെ ചെയ്യാവുന്നതാണ്. കണ്ടില്ലേ? ഗംഭീരമായിട്ട് അവർ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഇത് പൂക്കൾ പ്രധാനം ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പൂക്കളൊന്നും പുറമേ നിന്ന് വാങ്ങണ്ട. മാത്രവുമല്ല, ഇവിടുത്തെ പൂക്കളെല്ലാം ദിവ്യമാണ് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. അത് ഇവിടെ തന്നെ ഉണ്ടാക്കുന്നു. ഇതിനു വേണ്ടി പ്രത്യേകിച്ചൊരു പരിപാലനമോ കാര്യങ്ങളോ ഒന്നും ആവശ്യമില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുവട്ടം നന്നാക്കുന്നതിൻ്റെ ഒപ്പത്തിന് ഇതും നമുക്ക് തിരിച്ചിട്ടാണ് പൂക്കളായിട്ട്. അവിടെ ഭഗവതിയുടെ സാന്നിധ്യം ഇഷ്ടംപോലെ വന്ന് നിൽക്കുകയാണ്. നോക്കുക, വലിയ വളമോ കാര്യങ്ങളോ ഒന്നും ഇടാണ്ട് നോക്കിയിരിക്കുന്ന ഈ ചെത്തിയിലെ പൂക്കളുടെ ഒരു അവസ്ഥയൊന്നും നോക്ക്. എന്ത് നല്ല ഭംഗിക്കാൻ നിൽക്കുന്നതെന്ന്. മാത്രവുമല്ല, ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ എത്ര ഭംഗിയായിട്ട് ഈ ക്ഷേത്രാങ്കണം നിൽക്കുന്നു. അതിൻ്റെ ഒപ്പത്തിന് ഈ പൂക്കളും കിട്ടുന്നു. എല്ലാ ക്ഷേത്രങ്ങൾക്കും ഇത് ഒരു മാതൃകയാണ്. ഒന്നോ രണ്ടോ ഒന്നല്ല, അതുകൊണ്ട് ഇപ്പോഴും പൂക്കൾ ബാക്കി നിൽക്കുക. എന്തുകൊണ്ടാണ്? ഈ എല്ലാ ദിവസവും എല്ലാ പൂജകളും നടന്നതിന് ശേഷം ഇവിടെ പൂക്കൾ എന്നിട്ടും ബാക്കിയാണ്. എന്തുകൊണ്ടാണ്? ഇത്ര ദിവ്യമായ പരിശുദ്ധമായ പൂക്കളാൽ പൂജ നടത്തുന്ന ക്ഷേത്രത്തിലാണ് ഇന്ന് ഞങ്ങളുള്ളത്. വഴിപാടെല്ലാം കഴിഞ്ഞു. ദേവിയും ഭദ്രകാളി, മഹാവിഷ്ണു, അതേപോലെ മഹാദേവൻ, അങ്ങനെ നാഗങ്ങൾ, ഗണപതി, ശാസ്താവ് എല്ലാം അടങ്ങിയ എല്ലാവരും ഇരിക്കുന്ന പവിത്രമായ ക്ഷേത്രമാണ് ഇതുള്ളത്. എറണാകുളം ജില്ലയിലെ പൈങ്ങോട്ടൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. വളരെ നല്ല അനുഭവമാണ്. വളരെ മാതൃകാപരമായ ഒരു ക്ഷേത്രമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രാധാന്യം. അതിനാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതും. എല്ലാവർക്കും എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ.